ഹലോ ഫ്രണ്ട്സ്, തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത് Dtech ഓഡിയോസ് പുറത്തിറക്കുന്ന ഒരു ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്റർ, അതായത് VU മീറ്ററിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് നമുക്ക് ചെയ്യാം. നമ്മളിത് അവർ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അവർ നമുക്ക് കൊറിയർ അയച്ചു തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും കുറേ ഒന്ന് നേരിട്ട് കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഇങ്ങനെ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് അവരുടെ ബിസിനസ് വാട്സപ്പിലെ കാറ്റലോഗിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കിടപ്പുണ്ട്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് എത്ര LED നോക്കാം. 1 2 3 4 5 6 7 8 9 10 LED വെച്ച് വരുന്ന നല്ല അടിപൊളി ഒരു VU മീറ്ററാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള IC എന്ന് പറഞ്ഞാൽ എല്ലാം 3915 എന്ന് പറയുന്ന ICയും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ടൈപ്പ് LED ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ആമ്പ് ചെയ്യുന്നുണ്ട്, ഒരു 4.1 ആമ്പ്. കസ്റ്റമർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഈ VU മീറ്റർ വാങ്ങിച്ചിട്ടുള്ളത്. VU മീറ്റർ അല്ല, ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്റർ. VU മീറ്റർ ഇതല്ല, ഇത് ഔട്ട്പുട്ട് ലെവൽ കാണിക്കുന്ന അല്ലെങ്കിൽ പീക്ക് ലെവൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാൻ പറ്റും. നോർമലി നമ്മൾ കോമൺലി നമ്മൾ എന്താ പറയുക, VU മീറ്റർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് സ്റ്റീരിയോ ഇൻപുട്ട് ലെവൽ, ഓഡിയോ ലെവൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് ലെവൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെവൽ നോർമലി നമ്മൾ ഇൻപുട്ടിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഇൻപുട്ട് ലെവൽ ഇൻഡിക്കേറ്ററാണ്. അഹൂജ പോലത്തെ ഉള്ള സെറ്റുകളിലൊക്കെ കറക്റ്റ് അത് ഔട്ട്പുട്ടിൽ തന്നെയാണ്, സ്പീക്കർ ഔട്ട്പുട്ടിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഔട്ട്പുട്ട് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് അത് കാണിക്കും. കാരണം നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ വെക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ലെവൽ മോണിറ്റർ ചെയ്യാനായിട്ടാണുള്ള ആ ഒരു ഇതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഹോം യൂസിനൊക്കെ ആണെങ്കിൽ ഇൻപുട്ടിലേക്കാണ് നമ്മളിത് എപ്പോഴും കണക്ട് ചെയ്യുക. ആ USB മൊഡ്യൂളിൽ നിന്നുള്ള സോഴ്സിൽ നിന്നുള്ളതാണ് കൊടുക്കുന്നത്. മറ്റ് ഫംഗ്ഷനിലൊക്കെ ഉത്സവത്തിനൊക്കെ വെക്കുന്ന ആമ്പിൽ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് നമുക്കിപ്പം വലിയ ദൂരത്തൊക്കെ ഒരു ബോക്സ് വെച്ചേക്കുകയാണെങ്കിൽ അവിടെ എത്രത്തോളം ഔട്ട്പുട്ട് സിഗ്നൽ കാണിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു മീറ്റർ, ഈ ഒരു ലൈറ്റിൽ കൂടെ അറിയാൻ വേണ്ടിയിട്ട് അത് ഔട്ട്പുട്ടിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇൻപുട്ട് ലെവൽ VU മീറ്റർ അല്ല, ഇൻപുട്ട് ലെവൽ LED മീറ്ററാണ് ഇത് ആക്ച്വലി. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ സിംഗിൾ പവർ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഗ്രൗണ്ടും 12ഉം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 12 വോൾട്ട് DC ആണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു 7809 റെഗുലേറ്റർ ഐസിയും കൊടുത്തിട്ടുണ്ട്. 9 വോൾട്ടാണ് ഇതിൻ്റെ ആക്ച്വൽ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇൻപുട്ട് വരുന്നത്. ഇതെല്ലാം കണക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. കണക്ടറുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടിയില്ല, ജസ്റ്റ് നമുക്ക് ഈ ഒരു കവറിനകത്താണ് കിട്ടിയത്. കണക്ടർ നമ്മൾ സെപ്പറേറ്റ് ഇടുക. ഇവിടെ Dtech ഓഡിയോ എന്ന് കാണിച്ചിട്ടുണ്ട്. കുറേ SMD കോമ്പണൻസ് ആണ് ഒരു കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡിൻ്റെ സൈസ് അത്യാവശ്യം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള PCBയിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു സ്റ്റിക്കർ ഉണ്ട്, അതായത് ചെക്ക് ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള സ്റ്റിക്കറാണ്. നമ്മളെന്തായാലും ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 240 290 ആ ഒരു റേഞ്ച്. 240 ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കുറച്ച് ഐറ്റംസ് ഒരുമിച്ച് വാങ്ങിച്ചതുകൊണ്ട് കറക്റ്റ് ഇതിൻ്റെ റേറ്റ് അത്ര ഓർമ്മയില്ല. 240 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കൊറിയർ അയച്ചു തരും. നമുക്കിതിൻ്റെ സൈസ് ഒന്ന് മെഷർ ചെയ്യാം. കറക്റ്റ് 6 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് നമ്മളിപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ആമ്പിൽ ഇങ്ങനെ വെക്കാനാണ്, മുകളിലേക്ക് ടിക്കിലായിട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചത്. ഹൊറിസോണ്ടലായിട്ട് വെക്കുന്നവർക്കും അങ്ങനെയും വെക്കാം. എങ്ങനെയാണ് നമ്മൾ LED ഒരു സെക്ഷൻ വരുന്നത് ഒരു 6 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ബോർഡിൻ്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് കൊണ്ട് 4.5 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. LED അത്യാവശ്യം ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മളിത് അക്രിലിക് പാനലാണ് ഈ ഒരു ഇത് ഫ്രണ്ട് പാനൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഹോൾ വെച്ചിട്ടായിരിക്കും നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് പവർ സപ്ലൈ കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻപുട്ടിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, നമുക്ക് അതിനകത്തേക്ക് ഒരു സിഗ്നൽ കിട്ടും. എന്തായാലും ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് നോക്കാം. നമ്മൾ ജസ്റ്റ് തന്നെ 12 വോൾട്ട് ഒന്ന് സോൾഡർ ചെയ്ത് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചു. 12 വോൾട്ടിനാണ് കൊടുത്തിട്ടുള്ളത്. 12 വോൾട്ടും ഗ്രൗണ്ടിലോട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അത് സിഗ്നൽ ജസ്റ്റ് ചെല്ലുമ്പോൾ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഓഡിയോ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു റീഡിങ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സൗണ്ട് കുറച്ചിട്ടേക്കാണ്. സൗണ്ട് കുറച്ചുകൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് റെഡ് വരെ എത്തും. അപ്പോൾ ഇൻപുട്ട് എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു അത്രയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്, മീൻസ് ഈ ഒരു LED നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുക. സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു VU മീറ്റർ തന്നെയാണ്, ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളത് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. പ്രോഡക്റ്റുമായിട്ടുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ ഡയറക്റ്റ് അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൊറിയറായിട്ട് അവർ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൊറിയറായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ആംപ്ലിഫയറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെവൽ മീറ്റർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മേക്കിംഗ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു VU മീറ്റർ ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക.
അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.